ആയില്യം നക്ഷത്രക്കാർ, അതായത് കർക്കിടകം രാശിയിലെ ആയില്യം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെതായ ദശ എങ്ങനെയുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു നോട്ടമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കർക്കിടകം രാശിയുടെ 12ാം ഭാവമായ വ്യയസ്ഥാനത്താണ്, അതായത് നഷ്ടങ്ങളുടേതായ മറയ്ക്കപ്പെടുന്ന സ്ഥാനത്താണ് ഇപ്പോൾ വ്യാഴം നിലകൊള്ളുന്നത്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ 5ാം ഭാവമായ തുലാം രാശിയെയും 7ാം ഭാവമായ ധനുരാശിയെയും 9ാം ഭാവമായ കുംഭം രാശിയെയും ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൃഷ്ടികൾക്ക് പ്രത്യേക ഫലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങൾക്ക് എന്ത് ഫലം ലഭിക്കുമെന്നുള്ള ഒരു നോട്ടം. അപ്പോൾ എങ്ങനെയാണ് ആയില്യ നക്ഷത്രക്കാർക്ക്? ഇത് പൊതുവായിട്ടുള്ള ഒരു സാധാരണ ഒരു പ്രവചനം രാശികൾ നിൽക്കുന്നതിനനുസരിച്ച് നക്ഷത്രങ്ങൾക്ക് എന്തു ഫലം ലഭിക്കും ഈ കാലഘട്ടത്തിൽ, അതാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ജാതകത്തിൽ നിങ്ങൾക്ക് നല്ല ദശാകാലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നല്ല ഫലവും, മോശം ദശാകാലങ്ങളോ അല്ലെങ്കിൽ അപഹാര കാലങ്ങളോ നടക്കുകയാണെങ്കിൽ മോശം ഫലങ്ങളുമായിരിക്കും എന്നുള്ള കാര്യം 100% മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു വീഡിയോ കാണുവാനും കേൾക്കുവാനും. ഇതൊരു അവയർനെസ് മാത്രമാണ് ഈ ഒരു രാശിയുടെ മാറ്റങ്ങൾ കൊണ്ട് പറയുന്നത്. അത് എല്ലാവർക്കും ഫലം ലഭിക്കണമെന്ന് ചിന്തിച്ചാൽ ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള കാര്യം സത്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മുടേതായ പ്രയത്നങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണമെന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടാകും. അത് ഫലവത്തായി വരികയും ചെയ്യും. അത് തന്നെയാണ് സത്യമായ കാര്യവും. രാശികളും ഗ്രഹങ്ങളും എവിടെ മാറിയാലും ശരി, അവനവൻ്റെ ചിന്താഗതികളിൽ മാറ്റം വരുത്തി പ്രയത്നത്തിൽ മുന്നിലേക്ക് പോകുമ്പോഴാണ് അയാൾ വിജയിച്ചു വരിക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ആയില്യ നക്ഷത്രക്കാർക്ക് ശുഭകരമായ ചിലവുകളാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അനാവശ്യമായി ചിലവായി പോകുന്ന ഒരു സാഹചര്യമാകാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ കൈവശമുള്ള എന്തെങ്കിലുമൊക്കെ കാശുകൾ ഒരല്പമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്വർണം വാങ്ങി വയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിലവിൽ ഇല്ല എന്ന് അറിയാം, തന്നെയും ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലത് മാത്രം ചിന്തിച്ച് അതിനെ സേവ് ചെയ്ത് വയ്ക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ തൊഴിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റേതായ മാർഗങ്ങൾ ലഭിക്കും. അതുപോലെ വിദേശത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു മാർഗവും ലഭിക്കും. അല്ലെങ്കിൽ വിദേശത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പുറം രാജ്യത്തേക്ക് തന്നെ പോകണമെന്നല്ല, നമ്മൾ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കച്ചവടം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള പണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. അതായത് ബാങ്കിൽ നിന്നോ ഒക്കെ നിങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം വരും. ഇതുവരെ നിങ്ങൾ ബാങ്കിലൊക്കെ പോയി ഒരു കാര്യം ചോദിച്ചിട്ട് ലഭിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതിന് ഒരു വ്യക്തിയുടേതായോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം, അദ്ദേഹത്തിന് അത് സഹായിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. സമ്പത്ത് ഒക്കെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 50,000 രൂപ ഒക്കെ ലഭിച്ച് അതിനൊരു മുതൽ മുടക്കൊക്കെ നടത്തി ചെയ്യാമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു 10,000 രൂപയൊക്കെ മുടക്കി സാധാരണഗതിയിൽ സ്റ്റാർട്ടപ്പ് ആയതിനു ശേഷം അതിൽ നിന്നും മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നിങ്ങൾ എപ്പോഴും നേടുവാനായിട്ട് ശ്രമിക്കേണ്ടത്. 50,000 രൂപയ്ക്ക് നിങ്ങൾ 50,000 രൂപയ്ക്ക് 80,000 രൂപ കടമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുവാൻ പാടുള്ളതല്ല. കാരണം അത് വലിയ തോതിലുള്ള സങ്കടങ്ങൾക്കും ബാധ്യതകൾക്കും കാരണമാകും. ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ ചില കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിരിക്കുക എന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ചില സന്ദർഭങ്ങളിൽ പിരിച്ചുവിടപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറി കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും. ഇപ്പോൾ ജോലിയിൽ ഒരല്പം മുന്നേറ്റം ലഭിക്കുന്ന ഒരു സാഹചര്യം വരും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് ഒരു പക്ഷേ ഹയർ പ്രൊമോഷനൊക്കെ ആയിട്ട് പോയ ഒരു സാഹചര്യമാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലവും നിങ്ങൾക്ക് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യവും അവിടെ മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും. അപ്പോൾ അതുകൊണ്ട് മനസ്സ് വിഷമിച്ച് ഒരു തരം ഇരിക്കരുത്. ഇപ്പോൾ മറ്റു ഇംഗ്ലീഷ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പിരിച്ചുവിടലൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സ് വിഷമിക്കരുത്. പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. അത് നിങ്ങളെ തേടി വരുന്ന കാലം തന്നെയാണ്. നിങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് കയറിപ്പോയിരിക്കും, അത് നിങ്ങൾ കരുതി അതിനെ ഓർത്ത് വിഷമിക്കരുത്. ഈ ഒരു കാലഘട്ടം അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് കാത്തുവച്ചിരിക്കുന്നത്.
കുടുംബത്തിനുള്ളിൽ ശുഭകരമായ ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ചിലരുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനായിട്ടുള്ള ഒരു കാലമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉയർന്ന പഠനം ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നല്ല ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. അതിനായിട്ടുള്ള ധനവും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം, അതായത് പണമില്ല ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് സഹായഹസ്തം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇത് 100% നടക്കും. സഹോദരങ്ങൾ തമ്മിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് കിട്ടുന്ന ഒരു സാഹചര്യം. അമ്മയും മക്കളുമൊക്കെ ചിലപ്പോൾ വലിയ വാക്ക് തർക്കങ്ങൾ, വഴക്കുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം. സഹോദരങ്ങൾ തമ്മിൽ ഇണക്കമില്ലാത്ത സാഹചര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരിക്കാം. ഇവിടെയൊക്കെ തന്നെ എല്ലാവരും സൗഹൃദപരമായ രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം. അപ്പോൾ മറ്റൊരാളുടേതായ മനസ്സും കൂടെ അറിഞ്ഞ് മനസ്സിലാക്കി ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. അപ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീരുന്നു. പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു, അതൊക്കെ തീരുന്ന ഒരു കാലഘട്ടമാണ്. ഇണക്കത്തിലും നല്ല സൗഹൃദത്തിലും പോകുന്ന കാലഘട്ടമാണ്. അമ്മയുമായിട്ടുണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറുന്ന കാലഘട്ടമാണ്. അപ്പോൾ പൊതുവിൽ നല്ല ഒരു കാലഘട്ടം തന്നെ ആയില്ലിരുന്നു. ആയില്യക്കാരുകൂടെ അത് നല്ല രീതിയിൽ മനസ്സിൽ കൊണ്ടുവന്ന് വേണം ചിന്തിച്ച് പ്രവർത്തിക്കുവാനായിട്ട്. ഈ ഒരു വർഷകാലത്തിനുള്ളിൽ ഒരിടത്തും തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാവില്ല. കാരണം ഒരു അലച്ചിലുണ്ടാകും. കാരണം ജോലി സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ഒരു അലച്ചിലുണ്ടാവാം, മറ്റു കുടുംബപരമായ പ്രശ്നങ്ങളുമായിട്ടുള്ള അലച്ചിലുണ്ടാവാം. പക്ഷേ ഇതൊക്കെ തന്നെ നിങ്ങളെ സ്ട്രെസ്സ് ചെയ്യിപ്പിക്കില്ല, അതായത് ബുദ്ധിമുട്ടിപ്പിക്കില്ല. അലച്ചിലുണ്ടെങ്കിലും നിങ്ങളുടേതായ നേട്ടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു കാര്യത്തെ ഒക്കെ ചെയ്ത് തീർക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയിരിക്കും. അപ്പോൾ വളരെ അധികം നന്മകൾ ഉണ്ട് ഈ കാലത്ത്. തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുന്ന കാലമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ തൊഴിൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ നിങ്ങളൊരു 50,000 രൂപ ശമ്പളത്തിനൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് 25,000 രൂപ ശമ്പളത്തിനുള്ള ജോലിയായിരിക്കും. പക്ഷേ കിട്ടുന്നതിൽ കയറുക എന്നതാണ് ഞാൻ പറയുന്നത്. കിട്ടുന്നത് എന്താണോ അതിൽ കയറുക. ഞാൻ ഇന്നതേ കിട്ടൂ, ഞാൻ ഇന്നതാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടമല്ല, ഇനി വരുന്ന രാഹു കേതുവിൻ്റെതായി നടക്കുന്ന കാലഘട്ടവും നിങ്ങൾക്ക് മോശമാക്കി വരും. അപ്പോൾ അത് ചിന്തിച്ച് കിട്ടുന്നതിൽ കയറിയാൽ അതിൽ നിന്നും നിങ്ങൾക്ക് മുകളിൽ കയറി പോകാൻ കഴിയുന്ന സാഹചര്യമായിരിക്കും ഈ ഒരു വർഷം. ഇപ്പോൾ സ്വന്തം ബന്ധങ്ങളുമായിട്ടൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു അടുപ്പം പുലർത്തി പോകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഇതുവരെ നിങ്ങൾക്ക് ചില എതിർപ്പുകളും പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ നീങ്ങി സ്വന്തക്കാരും ബന്ധക്കാരുമായിട്ടൊക്കെ ഒരു നല്ല രീതിയിൽ സൗഹൃദപരമായി സംഭാഷണത്തോടു കൂടി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഇടയ്ക്കിടെ ചില പെട്ടെന്നുണ്ടാകുന്ന ചില ധനവരവൊക്കെ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നൃത്തം സംബന്ധപ്പെട്ട ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്ന ചില വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് പുതിയ പുതിയ കുട്ടികളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം, അതായത് പ്രതീക്ഷിക്കാതെ ചില പുതിയ ന്യൂ അഡ്മിഷൻസ് ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് അപ്രതീക്ഷിതമായ ധനമൊക്കെ നൽകും. അതുപോലെ തന്നെ അരങ്ങേറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലരുടേതായ കാര്യങ്ങളിൽ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരും. അതും അപ്രതീക്ഷിതമായ ധനവരവിനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. എന്നിരുന്നാലും മറ്റുള്ളവർക്കും അതിൻ്റേതായ രീതിയിലൊരു അപ്രതീക്ഷിത വരവൊക്കെ ഉണ്ടാവും ധനത്തിൻ്റെ. ഇവിടെ അനാവശ്യമായ ചിലവുകൾ കൂടി വരുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം നിങ്ങൾക്ക്. ഈ അനാവശ്യ ചിലവ് നിങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലൊരു തുക കൈവശം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എടുത്ത് ചിലവാക്കുക, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് കൊടുക്കുക, മറ്റുള്ള ആൾക്കാർക്ക് ചിലവാക്കുക. നിങ്ങളുടേതായ ഇഷ്ടപ്രകാരം നിങ്ങൾക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് പുതിയ രീതിയിൽ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അനാവശ്യമായി പോകുന്ന ഒരു സാഹചര്യം അവിടെ വരും. അത് തിരിച്ചു കിട്ടാത്ത ഇതും വരും. അതുപോലെ തന്നെ ട്രേഡിംഗ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കണം. അതേപോലെ നിങ്ങൾക്ക് അറിയാത്ത ഇടങ്ങളിൽ പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അനാവശ്യമായി തോന്നുന്ന എന്ത് ചിലവും നിങ്ങൾ ഒഴിവാക്കി പണം സേവ് ചെയ്തു വയ്ക്കുക. കാരണം മുൻപിലുള്ള നിങ്ങളുടെ മുൻകാലത്തിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സാക്ഷിയായിട്ടുള്ളത്. അനുഭവങ്ങൾ തന്നെയാണ് പാഠമായിട്ടുമുള്ളത്. അപ്പോൾ ഈ അനുഭവങ്ങളെ പാഠമായിട്ട് എടുത്ത് വേണം പണം ചിലവാക്കുവാനും സൂക്ഷിച്ചു വയ്ക്കുവാനും. കാരണം നാളെയും നമുക്കത് ലഭിക്കില്ല എന്ന ചിന്ത എപ്പോഴും വേണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളായിട്ട് നേടുന്നതാണ് ഇതൊക്കെ. ആരും വെറുതെ തരുന്നതല്ല. നിങ്ങളുടെ എഫർട്ട്, അധ്വാനം കൊടുക്കുന്നതനുസരിച്ച് മാത്രം തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു.
അത് പാഴാക്കാതെ സൂക്ഷിക്കേണ്ടതും നിങ്ങളുടെ കടമ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന രാഹു വ്യാഴത്തിൻ്റെതായ ഈ ഫലം അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതൊരു നല്ല ഒരു കാലമാണ് ഈ ഒരു വർഷക്കാലം. ഇപ്പോൾ 1.5 വർഷക്കാലം രാഹു കേതു എന്നീ 2 ഗ്രഹങ്ങളും കൂടി നിങ്ങളുടെ രാശിക്കുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം.